സങ്കീർത്തനങ്ങൾ 46 ആകുന്നു നാം ഇന്ന് വാക്യപ്രതിവാക്യങ്ങളായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. സങ്കീർത്തനങ്ങൾ 46 കോരകപുത്രന്മാരുടെ തൂലിക തുമ്പിൽ നിന്ന് ജന്മം കൊണ്ട മഹൽകൃതിയാണെന്ന് അതർക്കിതമായി അതിൻ്റെ തലവാചകത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ സാധിക്കുന്നു. ആ ചിന്തയോടെ അതിൻ്റെ 10ാമത്തെ വാക്യം വായിച്ചാലും ദൈവമക്കളിൽ ഒരാൾ മതി. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞ് കൊള്ളുവീൻ. ഈ വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് പ്രബോധന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയിരിക്കുന്നു. മിണ്ടാതെ ഇരുന്ന്, മലയാളം ബൈബിളിൽ അവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അറിയാൻ നീ മിണ്ടാതിരിക്കുക. സ്തോത്രം. മിണ്ടാതിരുന്ന് ദൈവമെന്ന്. സ്തോത്രം. ഞാൻ മിണ്ടിയിട്ടേ ഉള്ളൂ, ഞാൻ എന്തായാലും മിണ്ടും എന്നൊക്കെ പറഞ്ഞ് മിണ്ടാൻ വേണ്ടി ഇരിക്കുന്നവരോട് ഇന്ന് ഞാൻ കാണുമ്പോൾ 2 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, മിണ്ടരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ കൈമാറുന്നത് മിണ്ടരുത്. മിണ്ടാതെ ഇരുന്ന് എന്ന് പറഞ്ഞ് ഇന്ന് യോഗത്തിന് വന്ന് സ്തോത്രം പറയരുത് എന്നല്ല. നീ ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യരുത്? മിണ്ടരുത്. നീ മിണ്ടാതിരിക്കുമ്പോൾ സ്തോത്രം, നീ തോൽക്കുകയല്ല. നീ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം ആരെന്ന് ദൈവത്തിൻ്റെ അവൻ പ്രഖ്യാപിതമായ നയം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ആരെന്ന് തെളിയിക്കാൻ പോകുകയാണ്. ഞാൻ ആരെന്ന് തെളിയിക്കാൻ പോകുകയാണ്. ആ ഉറപ്പ് ദൈവത്തിൽ നിന്നും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് മഹത്വം കരേറ്റാം. സ്തോത്രം. എൻ്റെ ശുശ്രൂഷ കാലയളവ് മിണ്ടി ജയിക്കാൻ നോക്കിയ പല സ്ഥലങ്ങളുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ അങ്ങേയറ്റം വലിയ പരാജയം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നപ്പം ചിലപ്പോൾ അത് 1 മാസമോ ഒരു പ്രവർത്തന വർഷമൊക്കെ ചിലപ്പോൾ മിണ്ടാതിരിക്കേണ്ടി വരും. വലിയ സഭയുടെ കരുത്തുള്ള ഭാരവാഹികൾ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ഒന്നും മിണ്ടുന്നില്ലേ? മിണ്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്താ മിണ്ടാത്തെ? സ്തോത്രം. ചിലപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കേണ്ടി വരും. മിണ്ടാൻ ഒരു നിയോഗം പോലും ഇല്ലാതിരുന്നിട്ടുണ്ട്. എന്നാൽ കാലം അതിൻ്റെ നിലയിൽ കാലുകുത്തി മുൻപോട്ട് കടന്നു പോകവേ പരിശുദ്ധാത്മാവ് സ്തോത്രം നാളെയുടെ നീളയിൽ തെളിയിച്ചിട്ടുണ്ട്. അത് വലിയ വിജയത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ദൈവം പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒരിക്കൽ ജ്ഞാനിയായ സോളമൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മിണ്ടാതെ ഇരിക്കാൻ ഒരു കാലം. ശ്രദ്ധിച്ചേ, മിണ്ടാതെ എന്ന് പറഞ്ഞ് കൂട്ടു സഹോദരനോടും സഹോദരിയോടും മിണ്ടാതിരിക്കുന്ന അതല്ല. സ്തോത്രം. ആമേൻ. ചില വിഷയങ്ങളുടെ നടുവിൽ മിണ്ടാതിരിക്കാൻ ഒരു കാലമുണ്ട്. നെക്സ്റ്റ് യെശയ്യാ പ്രവചനം 53:7 അവനീ മുഖത്ത് കാലകതരവനായ ക്രിസ്തു അവതരിക്കുന്നതിന് 750 വർഷത്തിന് മുൻപേ പ്രവാചകനായ യെശയ്യാ ദീർഘദർശി പ്രവചിച്ചു യേശുവിനെ കുറിച്ച്.
രോമൻ കത്രിക്കുന്നവരുടെ മുമ്പാകെ 3.5 കൊല്ലം മിണ്ടി നടന്ന, മലയിലിരുന്ന് മിണ്ടിയ, പടകിലിരുന്ന് മിണ്ടിയ, അവൻ സ്തോത്രം പുരുഷാരത്തോട് മിണ്ടിയ, ശിഷ്യന്മാരോട് മിണ്ടിയ, അവൻ പരീശന്മാരോട് മിണ്ടിയ, ശാസ്ത്രിമാരോട് മിണ്ടിയ, സകലവരോടും മിണ്ടിയ, മിണ്ടി 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 നടന്ന യേശു, സ്തോത്രം, അവൻ രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ നിൽക്കുകയാണ്. അല്ലയോ യേശുവേ, ഈ ഭാവം അങ്ങയുടെ തോൽവിയുടെ ലക്ഷണമാണോ? ഈ ഭാവം അങ്ങ് കൊമ്പുരച്ച് പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണമാണോ? അല്ലയോ യേശുവേ, ഈ ഭാവം, അവൻ നിന്റെ ജീവിതത്തിൽ ഈ ലക്ഷണം, അത് എന്നേക്കുമായുള്ള പരാജയത്തിൻ്റെ ലക്ഷണമാണോ? അല്ല. സ്തോത്രം, ഞാൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഞാൻ മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ, അവൻ ആണി കയ്യിലൂടെ കയറുമ്പോഴും ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ, അവൻ സ്തോത്രം, അവൻ ഞാൻ മൗനമായിരിക്കുമ്പോൾ, എൻ്റെ ഈ മൗനത, ഈ കഷ്ടതയ്ക്ക് നടുവിലുള്ള മൗനത, അവൻ അനേകർ എന്നിലൂടെ ജീവിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. ആ മൗനത പരാജയമല്ലെന്ന് യേശുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ തെളിഞ്ഞെങ്കിൽ, അവൻ മൗനത കൊണ്ട് ജയം കൈവരിച്ച നാഥനാണ് ഇന്ന് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ്. അതുകൊണ്ട് അവൻ മിണ്ടാതിരുന്ന് ദൈവമാരെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ആമേൻ. നാളെയുടെ നീളയിൽ കുറെ മുൻപോട്ട് ചെന്നപ്പോൾ യെശയ്യാ പ്രവാചക പുസ്തകത്തിൻ്റെ ഒരു ചുരുളും കാശ് കൊടുത്ത്, അടിച്ചു മാറ്റിയല്ല, കാശ് കൊടുത്ത് അത് മേടിച്ച്, സ്തോത്രം, മേടിച്ചിട്ട് ചുരുള് കയ്യിൽ കൈവശമാക്കി തേരിൽ കയറിയിരുന്ന് നേരിൽ ചുരുളങ്ങോട്ട് വിടർത്തി. എന്നിട്ട് ചുരുളിൻ്റെ ഉള്ളിൽ നിന്ന് വായിക്കാൻ തുടങ്ങി. എത്യോപ്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്ന ആ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ വായിച്ചപ്പോൾ അത് ഇങ്ങനെയാ. 8-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഈ പ്രവചന ഭാഗം വായിച്ചു കഴിഞ്ഞു. എന്താണ്? രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ. ഇത് ആരായെന്ന് ഫിലിപ്പോസ് ഉപദേശിയോട് ചോദിക്കവേ, ഉപദേശിയുടെ മറുപടി കേൾക്കണം. ആ മറുപടി ഇങ്ങനെയാണ്, സ്തോത്രം, അവൻ ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. അതുകൊണ്ട് ക്രിസ്തു ആ വിഷയത്തിൽ നല്ല മാതൃകയാണ്. ആമേൻ. സ്തോത്രം. ഒരു വാക്യം പ്രിയമുള്ളവരുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഒന്ന് വായിച്ചാട്ടെ. സഖരിയാ പ്രവചനം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവചനവാക്യമാണ് അത്. സ്തോത്രം, ഭാവിയിൽ വെളിപ്പെടേണ്ടതാണ്, ഭാവികാല ശാസ്ത്രപരമായ വാക്യമാണ്. എന്നാൽ അത് നമുക്ക് ഏറ്റെടുക്കാനുള്ള ചിന്തയുണ്ട്. സഖരിയാ പ്രവചനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചു. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പീൻ. സകല ജഡവുമായുള്ളവേ യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരിക്കുക. എന്നിട്ട് അടുത്ത വാക്ക്, അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളുന്നു. നീ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? സ്തോത്രം. നാം മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്. മത്തായി സുവിശേഷത്തിലെ യേശു നിൽക്കുന്ന ഭാവത്തെക്കുറിച്ച് 22:34 യേശു മിണ്ടാതിരുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. യേശു മിണ്ടാതിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയിലെ നേരിടാൻ പോകുന്ന ചില വിഷയങ്ങൾ, അതിൻ്റെ നടുവിൽ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണേണ്ട ചിലതുണ്ട്. അവിടെ ചാടിക്കേറി നാം കമൻ്റ് ഇടരുത്. അവിടെ ചാടിക്കേറി നാം പ്രതികരിക്കരുത്. അവിടെ നമ്മുടെ ഇന്നത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ കമൻ്റ് ബോക്സിനകത്ത് ഒന്നും നീ ഇടരുത്.
അതിനെക്കുറിച്ച് നീ ഒരു കമന്റും പറയരുത്. നീ മിണ്ടാതിരിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റും? ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ആഴ്ചയാണ്. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്ന ആ വിഷയത്തിന് പുറത്ത് ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്. ദൈവം എനിക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ്. ആ ഉറപ്പുള്ള ദൈവമക്കള് ഈ ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം. മിണ്ടാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ചിലപ്പോൾ വീട്ടിൽ അച്ചായൻ പറയും, എൻ്റെ പൊന്ന് സൂസമ്മേ, ഇവിടെ സൂസമ്മ ഉണ്ടെങ്കിൽ പണങ്ങല്ലേ, നീ എന്ത് ചെയ്യണം? ഒന്നും മിണ്ടാതിരിക്കും അല്ലേ? തിരിച്ച് എൻ്റെ പൊന്ന് അവറാച്ചായ ഒന്നും മിണ്ടാതിരിക്കും, കൈകൂപ്പി പറയും. അപ്പോൾ ആവേശത്തിൽ നിൽക്കുന്ന ആള് RPM ഒക്കെ കൂടി നിൽക്കുക. അന്നേരം നമ്മൾ അടിച്ചു വിടും. ഞാൻ മിണ്ടും, ആര് പറഞ്ഞാലും ഞാൻ മിണ്ടും. സത്യത്തെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആവേശം തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അത്രയും വിഭ്രമരാഗത്തിൽ ഞാൻ മിണ്ടണമായിരുന്നോ? ചിലർക്ക് ഒരു വെളിവുമില്ല എന്താ പറഞ്ഞെന്ന്. അത് കഴിഞ്ഞ് ലോക്യത്തിലായപ്പോൾ ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നീ ഒന്ന് ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയരെ, കുറച്ച് കഴിയുമ്പം മിണ്ടിയത് അബദ്ധമായെന്ന്, വിട്ടുപോയ വാക്കിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വ്യസനിക്കാറുണ്ട്, മനുഷ്യരല്ലേ? എന്നാൽ മിണ്ടാതിരിക്കുന്നത് അന്നേരം തോൽവിയാണെന്ന് തോന്നിയാലും കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ നാം എടുത്ത നിലപാട് അത്യുത്തമമായിരുന്നു എന്ന് കൂടുതൽ ബോധ്യം നമുക്കുണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജയിക്കണം ജീവിതത്തിൽ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയട്ടെ.